ഹായ് ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് നമ്മൾ ഓണപ്പരിപാടിക്ക് പോവുകയാണ് കേട്ടോ. പുലർച്ചെ 4:45 നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ. വർക്ക് കഴിഞ്ഞെത്തിയപ്പോൾ ഒരു 10-11 മണിയായി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സാരി എടുത്തതാണ് ഗൈസ്. അപ്പോൾ അത് നല്ല ടൈം എടുക്കും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ നിന്നില്ല. ഉറങ്ങിയാൽ നമ്മൾ എണീക്കില്ല. അങ്ങനെ ഒരു 4:45 റെഡിയായി തുടങ്ങി. 6 മണിയായപ്പോഴേക്കും നമ്മൾ റെഡിയായി കഴിഞ്ഞു കേട്ടോ. കാരണം നമുക്ക് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നത്തെയും പോലെയല്ല, ഇന്ന് നമ്മൾ നാഷണൽ എക്സ്പ്രസ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല, അത് പ്രീ ബുക്ക്ഡ് ആണ്. അത് ആ ടൈം കഴിഞ്ഞാൽ പോകും. അപ്പോൾ ഇവിടേക്കാണ് ഈ നാഷണൽ എക്സ്പ്രസ് ഒക്കെ എടുത്തിട്ടെന്ന് വെച്ചാൽ നമ്മൾ ലൂട്ടനിലാണ് ഓണപ്പരിപാടി ഉള്ളത്. LGR ലൂട്ടൻ ടസ്കേഴ്സിൻ്റെ ഓണപ്പരിപാടിയാണ് കേട്ടോ. ഞാൻ ഈ ഇടയ്ക്കൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ. നമുക്ക് ഇവിടെ നിന്ന് ഈസ്റ്റ് ക്രോയിഡോണിൽ നിന്ന് വിക്ടോറിയയിലേക്ക് ട്രെയിൻ എടുക്കണം. അവിടെ നിന്ന് വിക്ടോറിയയിൽ നിന്ന് നമ്മൾ വിക്ടോറിയ കോച്ച് സ്റ്റേഷനിൽ പോയിട്ട് നാഷണൽ എക്സ്പ്രസ് എടുത്തിട്ടാണ് ലൂട്ടനിലോട്ട് പോകുന്നത്. രണ്ടും കൂടിയിട്ടൊരു 1 hour അങ്ങനെ ടോട്ടൽ 2 hour ജേർണി ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ജസ്റ്റ് ബേസിക് സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് അവിടെ എത്തിയിട്ട് എന്തെങ്കിലും റെസ്റ്റ് റൂമോ എന്തെങ്കിലും പോയിട്ട് മേക്കപ്പ് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. കാരണം ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല, കാരണം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ആ ഉറക്കം ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒന്നില്ലെങ്കിൽ ഈ ട്രെയിനിലോ അല്ലെങ്കിൽ നാഷണൽ എക്സ്പ്രസ്സിലോ കടം വീട്ടും എന്നുള്ളൊരു പ്ലാനായിരുന്നു. നമ്മളിപ്പോൾ ഈ സ്ക്രോയിലോണിൽ നിന്ന് എടുത്ത ട്രെയിന് 2 സ്റ്റോപ്പ് വരുന്നതാണ്. ഒന്ന് ക്ലാപ്പം ജംഗ്ഷനും പിന്നെ ഒന്ന് വിക്ടോറിയയും. £3.50 ആണ് കേട്ടോ. അപ്പോൾ ഇതേ ക്ലാപ്പം ജംഗ്ഷൻ എത്തിയപ്പോൾ കുറേ സൈക്കിളുകാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പല ഏജുള്ള ആൾക്കാർ, നല്ല ഏജുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. എന്തോ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വിക്ടോറിയയിലെത്തി. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വിക്ടോറിയ കോച്ച് സ്റ്റേഷൻ കാണാം. ഇതവിടെ നമ്മൾ നമ്പർ 10 ആയിരുന്നു. ലൈക്ക് ഒരു എയർപോർട്ട് പോലെയാണ്. നമ്മളെ ഗേറ്റ് നമ്പർ 10 ആയിരുന്നു. അങ്ങനെ നമ്മളെ ബസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ടൈം ആയപ്പോൾ സ്റ്റാഫ് വന്ന് ഡോറ് തുറന്നു. നമ്മളെ ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ കാണിച്ച് കയറി. നമ്മൾ നാഷണൽ എക്സ്പ്രസിൻ്റെ ആപ്പിൽ നിന്നാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഞങ്ങൾക്ക് ഇനി നമ്മൾ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തേഴ്സ്ഡേ വരുള്ളൂ. ഇതിപ്പോൾ സൺഡേ ആണ് കേട്ടോ. അപ്പോൾ തേഴ്സ്ഡേ തിരിച്ചു വരാനുള്ള ഇതും കൂടി ആയിട്ട് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ 2 ആൾക്കും കൂടി £33 വന്നത്. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ടൈമിങ് കറക്റ്റ് ആവുമോ എന്നൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഫ്ലെക്സിബിൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്ടേണിൽ മാത്രം ഒരു £10. അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ നമുക്കത് £20 ആകും ഫോർ ബോത്ത്. ഓക്കെ, ഒരാൾക്ക് £5 വരുള്ളൂ. അപ്പം അങ്ങനെ £10 ആഡ് ചെയ്തു. അപ്പം നമുക്ക് £43 ആണ് ടോട്ടൽ ആയത്. പിന്നെ ഇതായത് ബസ്സിലൊരു ചെറിയ ടോയ്ലറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. വിക്ടോറിയയിൽ നിന്ന് ഡിപ്പാച്ചർ ചെയ്യുമ്പോൾ സീറ്റുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് കുറേ സ്റ്റോപ്പുകളുണ്ട്. അങ്ങനെ ആൾക്കാർ ഫില്ലായി. പിന്നെ ഞാൻ ഈ നാഷണൽ എക്സ്പ്രസ്സിൽ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. കുറച്ചൊക്കെ ഒന്ന് ഉറങ്ങിട്ടോ. ഒരു 1 hourന് ശേഷം നമ്മൾ ലൂട്ടൺ എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതിന്റെ സ്റ്റോപ്പ് വരുന്നത്, ഫൈനൽ സ്റ്റോപ്പ്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഒരു വാഷ്റൂമിൽ പോയി മേക്കപ്പും ആക്സസറീസും ഹെയർ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഏകദേശം ഒരു 6:45 ആട്ടോ നമ്മൾ ഈസ്റ്റ് ക്രോയിഡോണിൽ നിന്ന് ബസ് കയറിയത്. അത് കറക്റ്റ് ഒരു 7:45 ആകുമ്പോഴേക്കും വിക്ടോറിയയിലെത്തി. നമുക്ക് 8 മണിക്കായിരുന്നു നമ്മുടെ നാഷണൽ എക്സ്പ്രസ്. കറക്റ്റ് ഒരു 9:15 ആകുമ്പോൾ ഇതേ ലൂട്ടനിലെത്തി. അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ഇനി ലൂട്ടനിൽ ഒരു 15 minutes ട്രാവൽ ഉണ്ട്. നമ്മളെ പരിപാടി നടക്കുന്ന ലൊക്കേഷൻ ചോളൻഡ് കമ്മ്യൂണിറ്റി സെന്റർ എന്നാണ് കേട്ടോ പറയാം. നമ്മളെ ലണ്ടനിലെ പോലെയല്ല, ബസ്സിൽ ക്യാഷ് കൊടുക്കും കേട്ടോ. പക്ഷെ £1.75 അല്ല, ഇവിടെ £2 ആണ് ബസ്സിലൊക്കെ ട്രാവലിംഗ് ചാർജ്. നമ്മളെ പരിപാടി ഒരു 9:30 ആകുമ്പോഴേക്കും തുടങ്ങുന്ന പറഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 10 മണിക്ക് എത്തി. എന്നാലും കുഴപ്പമില്ല, അപ്പോഴേക്കേ സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളും നടക്കുമായിരുന്നു. അപ്പം നമ്മൾ പിന്നെ അങ്ങനെ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടികളും ആക്കാൻ കരുതി. നമ്മൾ സ്ഥിരം നമുക്ക് എടുത്തിരുന്ന വേറെ ആരുമല്ല, നമ്മളെ കഴിഞ്ഞ ഫോട്ടോഷൂട്ടിന് ഉണ്ടായിരുന്നില്ലേ നിസാം എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫി, അവരാണ്. അവർക്ക് ഇവിടെ ഒരു പ്രൊമോഷൻ വർക്ക് കിട്ടിയിട്ടുണ്ട് ഈ പരിപാടിയുടെ. അപ്പോൾ ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ, ആളും വെറുതെ നിൽക്കണം. അപ്പോൾ ആളോട് എടുത്തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ തൊട്ടടുത്തൊരു ടർഫ് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നത്. ടഗ് വാർ, ഡാൻസ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുള്ള ട്രോഫീസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അവിടെ. അതിൻ്റെ ഇടയിൽ എൻ്റെ ജിമ്മുക്കയുടെ തിരിവ് പോയി. ഞാനത് തിരഞ്ഞുകൊണ്ട് നടക്കരുത്. പിന്നെ കിട്ടി കൈസ് ഷെഫിയൊക്കെ കണ്ടുപിടിച്ചാണ്. പിന്നെ അവിടെ നമ്മൾ ടഗ് വാർ വടംവലി തുടങ്ങി. ഒരു 2-3 ടീമുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇത്രയധികം മലയാളികൾ ഒരുമിച്ച് ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. മേ ബി ഞാൻ അങ്ങനെ ഒരുപാട് പരിപാടികൾക്കൊന്നും പോകാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ലൂട്ടനിൽ ഒരുപാട് മലയാളികളുണ്ട്. ഓരോ ക്ലബ്ബുകളിലും, ഈ ഫുട്ബോൾ ക്ലബ്, അതുപോലെ ഡാൻസ് ക്ലബ്ബ്, പിന്നെ ഓരോരോ ക്ലബ്ബുകളിലൊക്കെ ആയിട്ട് പരിചയപ്പെട്ടിട്ട് ഇവരൊരു വലിയ ടീമുണ്ട് കേട്ടോ ഇവിടെ. Let's go!
ഒരുപാട് ക്യാമറകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട്. തക്വാർ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് ശിങ്കാരിമേള എത്തി. ശിങ്കാരിമേളം കേട്ടപ്പോൾ മുതൽ ഷെഫിക്ക് ഫുൾ വൈബായിരുന്നു കേട്ടോ. എനിക്കിവിടെ ആരും പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയൊരു തുള്ളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വടംവലിയുടെ ഫൈനലെത്തി. ഫൈനലിലുള്ള എൻട്രി ആണ് കേട്ടോ ഇതൊക്കെ. 2 ടീംസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മച്ചാൻസും പിന്നെ ഒന്ന് സ്റ്റോക്ക് പെയിൻസോ അങ്ങനെ എന്തോ ആയിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് നെയിം ഓർമ്മയില്ല. അങ്ങനെ ആ സ്റ്റോക്ക് ലൈൻസ് എന്ന് പറയുന്ന ടീമാണ് കേട്ടോ ജയിച്ചത്. പിന്നെ കുറച്ച് നേരം കൂടി ചെണ്ടമേള ഉണ്ടായിരുന്നു. അതിൻ്റെ വൈബ് ഇങ്ങനെ തുടങ്ങി. പിന്നെ എൻ്റെ മടിയൊക്കെ മാറി കേട്ടോ. പിന്നെ ഞാനും അങ്ങോട്ട് തുള്ളാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഫുഡിൻ്റെ ടൈമായിരുന്നു. അതിൻ്റെ ഇടയിൽ വീണ്ടും കുറച്ച് ഫോട്ടോഷൂട്ടുകൾ. പിന്നെ ഫുഡിൻ്റെ അവിടേക്ക് ഒരു ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യൂവിൻ്റെ ഫ്രണ്ടിലേക്ക് പിന്നെയും കുറച്ച് ഡാൻസ് ടീമുകളെത്തി. അപ്പോൾ പിന്നെ നമ്മളും പോയി ജോയിൻ ചെയ്തു. അവിടെയും കുറച്ച് നേരം തുള്ളിട്ടോ. പിന്നെ ഞാൻ ഈ മാവേലിയെ കണ്ടില്ലല്ലോ എന്ന് ചിന്തിച്ചോട്ട് നിൽക്കായിരുന്നു. അപ്പോൾ അതേ മാവേലിയും കണ്ടു കേട്ടോ. പിന്നെ നേരെ സദ്യ കഴിക്കാൻ പോയി. അവിടെ എത്തിയപ്പോൾ ചോറ് കിട്ടുമോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം അവിടെയും ഫൈറ്റ്. ഇതിപ്പോൾ ഒരു 3ാമത്തെ ഫൈറ്റ് കേട്ടോ. ആദ്യം വടംവലിയുടെ അവിടെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ക്യൂവിൻ്റെ അവിടെ നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ആകുന്നുണ്ട്. നമ്മളിതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റർ ആയിട്ടുള്ള റോഷൻ കേട്ടോ. മൂപ്പര് ഓടി നടന്ന് സോൾവ് ചെയ്യായിരുന്നു. പിന്നെ ഒന്ന് ചിന്തിക്കുമ്പോൾ ഓണത്തെല്ലാം കൂടി ആകുമ്പോഴല്ലേ ഓണപ്പരിപാടി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം അതത്ര വലിയ സീനില്ല. അങ്ങനെ നമ്മൾ ഗസ്റ്റ് ശ്രുതിലക്ഷ്മി എത്തിയിട്ടോ. പ്രൈസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ശ്രുതിലക്ഷ്മിയാണ്. നമ്മൾ ഈ പ്രോഗ്രാമിന് അവരെ ഹെൽപ്പ് ചെയ്ത കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വടംവലിക്ക് ജയിച്ച ടീമിന് പ്രൈസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നേരെ ഡാൻസിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് സോങ്ങുകൾ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ DJ പ്രോഗ്രാമാണ്. ശരിക്കും ഇത് DJ പ്രോഗ്രാം കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു നടക്കേണ്ടത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് കുറച്ച് സീനായിട്ട് പോലീസൊക്കെ എത്തിട്ടോ. അപ്പോൾ അവർ കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം അതൊരു NHSൻ്റെ കമ്മ്യൂണിറ്റി സെൻറ്ററാണ്. അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് വെച്ച് നടത്താനുള്ള പ്ലാനായി. പിന്നെ ഒരു 2 hours അവർ ടൈം വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ പരിപാടി തീർത്ത് പെട്ടിയും കിടക്കെടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിവ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. പരിപാടി കറക്റ്റ് ടൈമിലാണ് എൻഡ് ചെയ്തത്. കഴിഞ്ഞപ്പോൾ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. കാരണം നമുക്ക് ഈ സാരിയൊക്കെ നിസാമിൻ്റെ കൊടുത്തയക്കണമായിരുന്നു. നമുക്ക് അത്രയും ലഗേജ് ട്രിപ്പിന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അത് നിസാംക്കാക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് പാർസൽ അയച്ചു തരാമല്ലോ ഞങ്ങൾ തിരിച്ചെത്തി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ടീംസിനെ കിട്ടിയിട്ടോ. എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരുപാട് മലയാളികളെ കണ്ടതുകൊണ്ട് എനിക്ക് ലൂട്ട ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഒരുപാട് ആൾക്കാരുള്ള പോലെ ഒരു ഫീൽ ഉണ്ട് അവിടെ. അവർ നമ്മളെ കൂട്ടിയിട്ട് അവർക്ക് പരിചയമുള്ള ഒരു ചായലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ പോയിട്ടോ. ഒരു വയനാടുകാരൻ നടത്തുന്ന ഹോട്ടലാണ്. അടിപൊളിയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ. മന്തി, ചിക്കൻ ബിരിയാണി, പൊറോട്ട, ബീഫ്, പാൽക്കപ്പ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പൊറോട്ടയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ് കേട്ടോ. ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അത് കഴിഞ്ഞ് നമ്മളെ ക്യാമറാമാൻ നേരെ വിട്ടു വീട്ടിലേക്ക്. വീടെത്തിയിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മളിന്നിവിടെ സ്റ്റേ ആണ്. നാളെയാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അതിപ്പോഴും ഞാൻ പറയുന്നില്ല, അതിപ്പോഴും ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ലൂട്ടൺ ടൗൺ സിറ്റി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ booking.com എടുത്ത റൂമാണ്. ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പെർ നൈറ്റ് 42 pound കേട്ടോ ഈ റൂമിന് വന്നത്. നമ്മൾ ലാസ്റ്റ് ടൈമിൽ ബുക്ക് ചെയ്തുകൊണ്ടാണ് അത്രയായത്. നേരത്തെ നോക്കിയപ്പോൾ ഒരു 39 ഉണ്ടായിരുന്നുള്ളൂ.
ഇതാണ് നമ്മളെ റൂം. നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഇതൊരു വാഷ്റൂമും ഭയങ്കര സ്പേഷ്യസ് അല്ലെങ്കിലും അത്ര കൺജസ്റ്റഡ് ഒന്നും വരുന്നില്ല. അപ്പൊ എനിവേ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പരിപാടിയൊക്കെ ഗംഭീരമായി. ബോഡിയിലൊക്കെ നല്ല പെയിൻ ഉണ്ട് ഗൈസ്. അത്രയധികം കടന്ന് തുള്ളിയിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോസും റീൽസൊക്കെ വഴിയെ വരുന്നതായിരിക്കും. എനിവേ ഗുഡ് നൈറ്റ്, ബൈ.